നീ ആടിയുന്ന അമ്മേനെ കാണായിട്ട് ഒന്നറിയാണ്ട് പത്തൊക്കെ തിന്നാണ്ട് നിക്കുന്നുണ്ട് ഒരാള്. എല്ലാരും കഴിയുമ്പോ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാരും എന്താന്ന് കുപ്പായം കൊണ്ടെല്ലാം എടുത്തിട്ട് പിന്നെ വത്തക്ക കണ്ടന്നെ ഇപ്പൊ അതെല്ലാം കണ്ട് നല്ല നിറയല്ല അത് കടിച്ചു തിന്നുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, കണ്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. ഒരു കച്ചിന് അമ്മക്ക് തരുവോ? ശരിക്കും ബത്തക്കല്ല തിന്ന അതിന്റെ അടിഭാഗത്തെ തോല ഓനറിയാം അതിലാതുള്ളത് വിറ്റമിൻ ഇഷ്ടമുള്ള സാധനമാണ് ഓനെ ഇത് വത്തക്ക. അപ്പൊ നമ്മളെ കഴിഞ്ഞിട്ട് മിംസിൽ പോവുകയാണ്. മിംസ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡിന്റെ ഗർഭാശയ മുഴകൾ ഇങ്ങനത്തെ എല്ലാം കുറിച്ചെല്ലാം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. കാരണം വെച്ചാൽ ഇന്നത്തിൽ കുറേ അറിവുകൾ കൂടിയുണ്ട്, ആർക്കെങ്കിലും പ്രയോജനപ്പെടുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വിഷയം നമ്മുടെ അടുത്ത് ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് പറയാം. അതിലിടയ്ക്ക് നമ്മളിരുന്ന് ഇറങ്ങാൻ നോക്കലാം. അപ്പോൾ ഋഷിക്കിനെ കൂട്ടി പോയ പരിപാടിയൊന്നും നടക്കൂല. അതുകൊണ്ട് അവനെ പത്തക്കിൽ നിന്ന് എത്തിയിട്ടുണ്ട്. കുറച്ച് സമയം ഉറങ്ങും, രാവിലെ എണീറ്റല്ലേ ഉറങ്ങും കുറച്ചു നേരം. അപ്പൊ ഒരു വിദ്യയെല്ലാം ഉണ്ട്, അതൊന്നും എനക്കറിയില്ല. അതെ, ഇന്ന് അമ്മമ്മയാണ്. ഇന്ന് അമ്മമ്മേന്റെ വരുമ്പേക്കണ അമ്മയുടെ ഇങ്ങനെ കിടന്നിട്ട് ഷോർട്സിലെ പോലെ. അതെ, അനുട്ടിയ ഏച്ചലുണ്ട്, താഴെ ലീന ഏച്ചലുണ്ട്. അപ്പൊ അവരിപ്പോ ഇങ്ങോട്ട് വരും. എന്നിട്ട് നമ്മൾ ഇറങ്ങുന്നു. നമ്മൾ എവിടെയെങ്കിലും പോയിക്കളിയോ എന്തെങ്കിലും എല്ലോട്ടും പോകുമ്പോൾ കളിപ്പാട്ടോ മറ്റോ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നിട്ട് ചില ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭാവനെ നോക്കി നിന്നോളാടാ. ഭാവനെ നോക്കിയിട്ടില്ല നീ നിക്കണ്ടേ ശരിക്കും? അതൊന്നും ആൺകുട്ടികൾക്ക് അതിന്റെ വശമില്ല, പെൺകുട്ടിയാണെങ്കിലും നിക്കുവേനും. പെൺകുട്ടിക്ക് അതിന് ഒരു പ്രത്യേകത കഴിവ് വേറെ ഉണ്ട്. അങ്ങനെയുണ്ടാ? ആൺകുട്ടിയൊക്കെ ഉണ്ട് കേട്ടാ. ആൺകുട്ടികൾക്ക് ഒന്നുമില്ല, എല്ലാവർക്കും ഒന്നുമില്ല, ചിലവർക്കുണ്ട്. എനിക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണിക്കടാ. ഇങ്ങോട്ട് തിരിഞ്ഞില്ല ഇപ്പൊ. എന്താ പിന്നെ നിങ്ങൾ എന്തെങ്കിലും പോവാനുള്ള പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ തരാം. നമ്മളിപ്പോ കാണാൻ പോകുന്ന മുങ്ങുന്ന സീനാണ്. ഞാനും മോനും കൂടി ഇരുന്ന് TV കാണാം കേട്ടാ. വാ. അയ്യോ, ഇത് കാണിക്കാൻ വിട്ടു കേട്ടാ. ഇത് എന്റെ കൂട്ടത്തില് വേഗം ഇത് കാണിച്ചേക്കാം. ഇപ്പൊ ഇങ്ങനെ ആയിട്ടാ മതിലിപ്പോ ഇങ്ങനെയായി ചേട്ടാ. മുകളിൽ പൊന്തിയിട്ട് കമ്പിയെല്ലാം വെച്ചിട്ട് നല്ല അടിയിലേക്ക് തേച്ചിട്ട് പോയേട്ടോ. ഇതിങ്ങനെ 2 കമ്പിയാ വെച്ചത്. അതെ, ഇനി ഒരു പെയിന്റ് അടിച്ചാല് കുറച്ചും കൂടി ഭംഗിയായി അല്ലേ? ഇതിനൊരു ചെറിയ മറ്റേ ഇതേപോലെ തന്നെ ഈ ഗ്രേ കളറിൽ പോലത്തെ ഒരു പെയിന്റ് ഉണ്ട്. ഇനി എനിക്ക് ഈ കാണുന്ന ഈ സ്ഥലത്തെല്ലാം ഒന്ന് പൂച്ചെടി ചട്ടിച്ചട്ടി ഇതിന്റെ മേലെ മറ്റേ ബോഗൻവില്ല കളറുള്ള ബോഗൻവില്ല ഇവിടെ ചട്ടിയില് ബോഗൻവില്ല വെക്കാന്നുണ്ട്. നോക്കിയതൊന്ന് ഫുൾ ഓരോന്നിന്റെ മേലെ ഡ്രസ് ഉണ്ടോ കാണാൻ. പക്ഷെ നമ്മളെ വീടിന്റെ ബാക്ക് വരുന്ന വഴിയാണ് നമുക്ക് റോഡ് ഉള്ളത്. റോഡ് അങ്ങനെ വരുന്നത്. അപ്പോൾ പക്ഷെ ബാക്കിൽ നമുക്കവിടെ മുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ തോന്നൂല. പക്ഷെ അങ്ങനെയാണ് എൻ്റെ ഇത്. അപ്പോൾ ചേച്ചീൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു വഴിയുമാക്കിന്. ഇതാദ്യം ഇങ്ങനെ വഴിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചേച്ചീൻ്റെ അടുത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു വഴിയുമാക്കി. എങ്ങനെയായി ചേട്ടാ മിറ്റോ? ലീനേച്ചി വരുന്നുണ്ട് ചേട്ടാ. വേഗം വായിച്ചു ഒന്നും വേണ്ടിയിട്ട് പോയേക്കാം. ആദ്യത്തെ കുറച്ച് സമയത്തേക്ക് കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് എത്തിയത് ലീനേച്ചിയാണ്. കുട്ടീനെ എടുക്കാനൊന്നും കഴിയില്ല, വെറുതെ നോക്കാല്ലേ, എന്നെ കണ്ടാവാൻ ഇങ്ങനെ നോക്കൂ. ഞാൻ പോയി നോക്കട്ടെ. ഓനെ കാണാണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് അങ്ങ് പോയേക്കാം. ശരി എന്നാ നമുക്ക് പോവാം. അപ്പം ലഗേജ് ഇപ്പം എത്തും. ഇത് ആളുണ്ട്, ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്ന് എല്ലാവരും ഉണ്ട്. വേഗം പോയിട്ടാ എത്തിക്ക് എന്നാണ് കുപ്പയത്തിന് കൊടുക്കൽ കൊടുത്തേ. പോകാൻ എന്നാൽ വേറെ ഒന്നും അധികം നടത്തില്ല. ഈ ഇത് മൈക്ക് നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ഒന്ന് ക്യാമറ നമ്മളത്. അപ്പോൾ നമ്മൾ വേറെ ക്യാമറ ഒന്നും ചെയ്യില്ല, ഐഫോണിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൈക്ക് ഉണ്ട്, മൈക്കും ഇതും. പിന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ എടുക്കുന്നവർ അവരെ ക്യാമറ എടുത്തോളും. അപ്പോൾ നമുക്ക് പോവാം. അമ്മ ഇന്ന് കുട്ടീനെ രാത്രി ഇരുന്നോണ്ടല്ലേ അമ്മയടുത്ത് ഓടിക്കൊടുത്തിരുന്ന. എന്നാ പിന്നെ ഇവിടെ കൂർമ്മക്കാവിൽ ഉത്സവമാണ്. ഇന്ന് കാവ് കേരളാണ്, നാളെ കളമ്പലി, മറ്റന്നാള് ഉത്സവം. അതിനെ നമ്മളെ റോഡമെല്ലാം കണ്ട അതിന്
എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ തെയ്യ സീസണാണ്. എല്ലായിടത്തും തെയ്യം നാട്ടിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറുക്കാൽ തെയ്യാണ്. നമ്മുടെ വീടിനടുത്ത് ചുവന്ന കൊട്ടുന്നുണ്ട്, കോട്ടുണ്ട്, മുത്തപ്പൻ ക്ഷേത്രമുണ്ട്, കുറേ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ എല്ലാം തെയ്യങ്ങളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈടാന്ന് പറഞ്ഞാൽ ഇത് കുറ്റ്യാട്ടൂരിൻ്റെ മെയിൻ ഉത്സവമാണ്. എല്ലാവരും നമ്മുടെ നാട്ടിലെല്ലാവരും കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികളെല്ലാം ഇങ്ങോട്ട് വരും. അങ്ങനെ പുറത്തുള്ള വിദേശത്തുള്ളവരെല്ലാം വരും. അങ്ങനെയെല്ലാം വരുന്ന എല്ലാ നാട്ടുകാരും ഒന്നിച്ചിട്ടുള്ള കൂടുന്നൊരു തെയ്യത്തിന്റെ ഉത്സവമാണ്. തെയ്യക്കാലം എല്ലായിടത്തും തെയ്യം അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മളിത് ഒരു നാട്ടിലെ മൊത്തം ആൾക്കാർ കാവിലെ കലശം, ചെണ്ട, വാദ്യങ്ങൾ എല്ലാം കൂടി ഫുൾ ഡാൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരും കൂടി നാട്ടുകാരെല്ലാം കൂടി അന്ന് രാത്രി ഫുൾ ഡാൻസ് ചെയ്തിട്ട് ഓരോ ഭാഗത്തുള്ള ആൾക്കാരും അവരവരെ കലശം കാര്യങ്ങൾ, ചെണ്ടകൾ എല്ലാം മറ്റൊരു ചെറിയ മനസ്സിന് ഇങ്ങനെയുള്ള ഒരു നമ്മളത് ഭംഗിയാക്കണം എന്നില്ലെങ്കിൽ ഓരോ ഭാഗത്തുള്ളവരും അങ്ങനെ ഭംഗിയാക്കിയിട്ട് കലശങ്ങളുമായിട്ട് ഈ കാവിലേക്ക് വരും. എന്നിട്ട് കാവിന് വലം വെക്കുകയെന്നില്ല അതിൻ്റെ ഇത്. അപ്പോൾ അവിടെ അർപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും ഡാൻസ് ചെയ്തിട്ട് വളരെ സന്തോഷത്തിൽ ഡാൻസ് ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ കുറെ ആൾ പഠിച്ചിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് 3 സ്റ്റെപ്പ് ഉള്ളൂ. എനിക്ക് ഈ 3 സ്റ്റെപ്പ് വെച്ചിട്ട് കാവിൽ വരെ തൊഴണം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം 2 കൊല്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് വീണ്ടും അങ്ങനെ നമ്മളെ വിംസ് ಹಾಸ್ಪಿಟಲ್ ಕರ್ನಾಟಕದಲ್ಲಿ ಪ್ಲೇಸ್ ಎಲ್ಲಿ ಅಂತ ಕೇಳ್ತಿದ್ದೆ. ನಾನು ಓದಿದ್ದೆಲ್ಲ ಬೆಂಗಳೂರಲ್ಲಿ. ಫ್ರಮ್ ಬೆಂಗಳೂರಲ್ಲಿ ಓದಿದ್ದು, ಆಮೇಲೆ ಮಂಗಳೂರಲ್ಲೂ ಓದಿದ್ದೇನೆ ಆ್ಯಕ್ಚುಲಿ. ಸೊ ಇವಾಗ ವರ್ಕ್ ಮಾಡ್ತಾ ಇರೋದು ಕಣ್ಣೂರಲ್ಲಿ. ಸೊ ನೀವು ಕೂರ್ಗಲ್ಲಿ ಅಂದರೆ ನಾನು ತುಂಬ ಕೂರ್ಗ್ ಅವಾಗ ಹೋಗೋಗಿ ಬರ್ತೀನಿ ಆ್ಯಕ್ಚುಲಿ. ನೈಸ್ ಪ್ಲೇಸ್. ബട്ട് ഇവ കണ്ണൂരിൽ സെറ്റിൽ ഓൾമോസ്റ്റ്. അപ്പൊ ഡോക്ടർ ഇവര് രണ്ടാളും നോക്കുമ്പോഴേക്ക് കർണാടകത്തിലെ ആള് വേറെ ഒന്നായി. ഞാൻ ഒറ്റയ്ക്ക് എല്ലാവരും മാസ്കെല്ലാം എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള ഇത് കറക്റ്റ് ഞങ്ങളിപ്പോൾ കാത്ത് ലാബിലുണ്ട്. കാത്ത് ലാബിന ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ആൻജിയോഗ്രാം ചെയ്തിട്ട് സ്റ്റെൻറ്റ് ഇട്ട പരിപാടിயாக இருக்கட்டும், ഇല്ല ബ്രെയിനിലെ സ്ട്രോക്ക് പക്ഷാഘാതം വരുമ്പോൾ രക്തക്കുഴലെല്ലാം ബ്ലോക്ക് ആയിട്ട് ബ്രെയിൻ തലച്ചോർക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ആകുമ്പോൾ അത് ഞങ്ങൾ സ്റ്റെൻറ്റ് ഇട്ടിട്ട് പുറത്തെടുത്തിട്ട് തിരിച്ച് ബ്ലഡ് സപ്ലൈ ഉണ്ടാക്കും. അതുപോലെ ചെയ്തതാണ് ഈ പ്ലേസിലെ കാത്ത് ലാബ് എന്ന് പറയും. ഇതൊരു മെഷീനാണ്, വലിയ മെഷീനാണ്. സോ ഇതോടെ ഇത് സ്കാൻ ചെയ്യും. ബ്രെയിനെ സ്കാൻ ചെയ്തിട്ട് ആ സ്കാനുടെ സഹായത്തിൽ ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രെയിനിലെ ഉള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് ഇരുന്നാൽ അത് ഓപ്പൺ ചെയ്യും. ഇല്ല പൊട്ടിയ രക്തക്കുഴലെല്ലാം ബ്ലോക്ക് ചെയ്യും ഉള്ളേൻ്റെ തല തുറക്കാതെ. അതേപോലെ ബോഡിയിൽ എവിടെയാത് ഇപ്പോൾ രക്തക്കുഴൽ ഏതാவது ബ്ലോക്ക് ഉണ്ടെങ്കിൽ കാലിലെ ഡയബറ്റിക് ഫുഡായിട്ട് കാലിലെ ഗാംഗ്രീൻ ആയിട്ട് വരുമ്പോൾ അന്ത ബ്ലഡ് സപ്ലൈ ഓപ്പൺ ചെയ്തത് ഈ കാത്ത് ലാബോടെ യൂസ് ചെയ്തിട്ട്. അപ്പം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടറിന് വിശദീകരിക്കുമെന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. ഡോക്ടർ ഏതുള്ളത്? ഒന്ന് ഗർഭാശയ മുഴകളെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ഇത് തൈറോയിഡ്. ഡോക്ടർ എന്താണ് നമ്മളെ ഇതിൻ്റെ ഒരു ഇത്? ഗർഭാശയത്തിൽ യൂഷ്വലി മുളകളെല്ലാം ഫൈബ്രോയിഡിനെ പറയും. ഇന്നലെ ലേഡീസ്ക്ക് കുറേ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. പീരിയഡ്സ് ആകുമ്പോൾ സിവിയർ പെയിൻ വരുന്നുണ്ട്, ബാക്ക് പെയിൻ വരുന്നുണ്ട്, കാലിലെ വേദന വരുന്നുണ്ട്, ക്ഷീണം കൂടെ ഉണ്ടാവും മോസ്റ്റ് ഓഫ് ദ ടൈംസ്. ഇതിന് കുറേ ബ്ലഡ് ലോസ്, ഹീമോഗ്ലോബിൻ കണ്ട ഈ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും. പിന്നെ ഇവർ ലേഡീസ് ഡെയിലി അയൺ ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ടേ ഇരിക്കും. ആക്ച്വലി അവർക്ക് അറിയാതെ ബ്ലഡ് ലോസ് പോയിക്കൊണ്ടേ ഇരിക്കും മാക്സിമം ആയിട്ട്. സോ ഇതെല്ലാം ഫൈബ്രോയിഡിനാല വേറെ പ്രശ്നമാണ്. ഇത് ആക്ച്വലി നമുക്ക് യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് സർജറി ഒരു മയോമെക്ടമി എന്ന് പറയും, ഇല്ല യൂട്രസ് എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ആക്ച്വലി ഉണ്ടാകുന്നത് സർജറി വൈസ്. ഇപ്പോൾ സർജറി ഇല്ലാത്ത ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റാണ് യൂട്രൈൻ ആർട്ടറി എംബോലൈസേഷൻ എന്ന് പറയും. സർജറി അല്ലാത്ത പണ്ട് നമ്മളെ കവിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു, PCOD എന്നാണ് പറയാ, യൂട്രൈൻ ഫൈബ്രോയിഡ് യൂട്രസിലിരിക്കുന്ന ഫൈബ്രോയിഡ് മുളകൾ. അതെ മൊഴിയായിട്ട്. അപ്പോൾ ആ ചെയ്തത് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പം പറഞ്ഞാൽ അത് വേണ്ട ശരിക്കും. ഇപ്പോൾ അഡ്വാൻറ്റേജ് എന്നാ ഇപ്പോൾ 35 ഇയർ ഓൾഡ് ലേഡി 35 വയസ്സ് ലേഡി വരുമ്പോൾ അവർക്ക് യൂട്രസ് എടുക്കുന്നത് ബെറ്ററാ ഇല്ല യൂട്രസ് ഇരിക്കുന്നത് ബെറ്റർ? ഓൾവേസ് യൂട്രസ് സേവ് ആകുന്നത് ബെറ്റർ. നമുക്ക് യൂട്രസ് പുറത്തിലേന്ത് മാറ്റി വെച്ചിട്ട് പുതിയ യൂട്രസ് ഇടാൻ പറ്റില്ല. ഒരു ടൈം പോയാൽ കംപ്ലീറ്റ്ലി പോയി. സോ ഇപ്പോൾ സർജറി അല്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ബെസ്റ്റാണ്. ബിക്കോസ് യു ക്യാൻ സേവ് ദ യൂട്രസ് സേവ് ആയിട്ടാൽ നെക്സ്റ്റ് പേഷ്യൻറ്റ് നെക്സ്റ്റ് പ്രഗ്നൻസി കൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് ഒരു മെൻ്റലി ഇറ്റ് ഗീവ്സ് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത് ഫോർ എ ലേഡി. സോ യൂട്രസ് എടുക്കാതെ നമുക്ക് ഫൈബ്രോയിഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി അവൈലബിൾ. സോ യൂട്രസ് ആർട്ടറി എംബോലൈസേഷൻ അത് ആക്ച്വലി സിമ്പിളാണ്. ആക്ച്വലി ഇവിടെ ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് ആ ട്യൂബ് ഡയറക്റ്റ്ലി ഈ ഗർഭാശയത്തിൽ പോകുന്ന രക്തക്കുഴലിൽ ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് ഉള്ളിൽ നിന്ന് മെഡിസിൻ ഇട്ടിട്ട് നമുക്കത് ബ്ലോക്ക് ചെയ്യാം. ആ രക്തക്കുഴൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഗർഭാശയത്തിനുള്ളിൽ ഇരിക്കുന്ന മുഴകൾ അങ്ങനെ ചുരുങ്ങിപ്പോകും.
സോ ബട്ട് വിതിൻ ഫ്യൂ വീക്സ് ആ ബ്ലഡ് സപ്ലൈ തിരിച്ച് നോർമലാവും. യൂട്രസിലെ നോർമൽ യൂട്രസ് ബ്ലഡ് സപ്ലൈ അങ്ങനെ ഉണ്ടാവും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ യൂട്രസ് എടുക്കണമെന്ന് ആവശ്യമില്ല. യൂട്രസ് അങ്ങനെ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ബ്ലീഡിങ് മാറും, വേദന മാറും, അവരുടെ സ്ട്രെങ്ത് കൂടെ കൂടും. ആക്ച്വലി ഹീമോഗ്ലോബിൻ കൂടെ ഇമ്പ്രൂവ് ആവും. സോ യൂട്രസിലെ ഗർഭാശയമുള്ള വരുമ്പോൾ അത്ര ടെൻഷൻ എടുക്കണമെന്ന് ആവശ്യമില്ല. ഇങ്ങനെ കൂടെ ഓപ്ഷൻസ് ഉണ്ട്. കുറേ ആളുകൾക്ക് അറിയില്ല ആക്ച്വലി. സോ ഇതുവരെ ഞാൻ ആക്ച്വലി ചെയ്ത 15 ഇയേഴ്സിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ബട്ട് ആക്ച്വലി മോസ്റ്റ് ഓഫ് ദി എഡ്യൂക്കേറ്റഡ് പേഷ്യൻസ് தான் വരും, അവർക്ക് അറിയണം. സോ ആ പേഷ്യൻസ് സെർച്ച് ചെയ്തിട്ട് വരും. ബട്ട് എല്ലാ ആൾക്കാരിലും അറിയില്ല, പബ്ലിക് അത്ര അവയർനെസ് ഇല്ല. ബട്ട് ആക്ച്വലി ഇത് നല്ല ട്രീറ്റ്മെൻ്റ് ആണ്, പബ്ലിക് അറിയണം. ഓൺലി ദെൻ അവർക്ക് ഈ ഓപ്ഷനെ കിട്ടും ആക്ച്വലി ഹോസ്പിറ്റലിൽ. അതായത് യൂട്രസ് നീക്കം ചെയ്തിട്ടാണ് ഈ ഫൈബ്രോയിഡ് ചെന്നെല്ലാം കളയില്ല. അപ്പോൾ യൂട്രസ് നീക്കം ചെയ്യാൻ തന്നെ ഇത്ര ശസ്ത്രക്രിയ ഉണ്ട്. അതായത് ഉള്ളിലേക്ക് വയറുമാത്രം കൊടുത്ത് അതിനെന്ന് പറഞ്ഞാൽ ഒരുപാട് റെസ്റ്റ് എടുക്കണ്ട. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഡോക്ടറിനെ പറഞ്ഞു നമ്മൾ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ മലയാളം കർണാടകം അതിൻ്റെ അകത്ത് ശരിക്കും മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഡോക്ടർ. ഇല്ല, ഓൾറെഡി ഞാൻ 7 years ആയി ഇപ്പോൾ കേരളത്തിൽ വർക്ക് തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാൻ കൊച്ചിയിലിരുന്നത് ഒരു 3.5 years. അതാണ് ശേഷം ഇപ്പോൾ കണ്ണൂർ വന്നിട്ട് ഓൾറെഡി 3.5 years ആയിട്ടുണ്ട്. സോ മലയാളം അറിയും. ബട്ട് എവിടെയാണ് വർക്ക് ചെയ്യുമ്പോൾ ആ ഭാഷയിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യും. അറ്റ്ലീസ്റ്റ് മലയാളം. തൈറോയിഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ? തൈറോയിഡ് മുഴകളിലും കൂടെ ഇപ്പോൾ കട്ടി വരുമ്പോൾ തൈറോയിഡ് സർജറി ഉണ്ട്. ഒരു സൈഡ് തൈറോയിഡ് എടുക്കാൻ വേണ്ടി വരും, ഇല്ല ഫുള്ളായിട്ട് തൈറോയിഡ് എടുക്കാൻ വേണ്ടി വരും. എടുക്കുമ്പോൾ അതിലും കുറച്ച് അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഡിസഡ്വാൻറ്റേജ് കൂടെ ഉണ്ട് ആക്ച്വലി. ബട്ട് എങ്ങനെ ചെയ്യുന്നത് വിത്തൗട്ട് സർജറി, തൈറോയിഡ് എടുക്കാതെ വെറും കട്ടി ഉണ്ടല്ലോ, തൈറോയിഡ് കട്ടിയെ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് ഒരു കരച്ച് കളയുക. ഒരു ചെറിയ പ്രോബിന് വരും, മൈക്രോവേവ് പ്രോബ് ഇട്ടിട്ട് ആ തൈറോയിഡ് നോഡിൽക്കുള്ള ഏറ്റിട്ട് പിന്നെ അത് ഹീറ്റ് കൊടുത്തിട്ട് അത് അങ്ങനെ ചുരുങ്ങ വെക്കുക. ഇത് പറയും തൈറോയിഡ് അബ്ലേഷനാ കരച്ച് കളയുന്ന ട്രീറ്റ്മെൻറ്റ്. ഇത് യൂഷ്വലി ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി പേഷ്യൻറ്റ് സെയിം ഡേ വരും. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ട് വിതിൻ 2 hours ആൻഡ് ഡിസ്ചാർജ് ചെയ്യും പേഷ്യൻറ്റ്. 2 hours ഓൺലി. പോസ്റ്റ് പ്രൊസീജിയർ ഒബ്സർവേഷൻ ഇസ് ഓൺലി 2 hours. സോ നെക്സ്റ്റ് ഡേ അവർ നോർമൽ അവരുടെ വർക്ക് പോകും. ആക്ച്വലി വർക്കിംഗ് വുമൻ എല്ലാം അങ്ങനെ വന്നിട്ട് പോകും. മെയിൻലി എന്നാണ് കോസ്മെറ്റിക് പർപ്പസ്. ഇപ്പോൾ ഇത്ര വലിയ മുള ഇരിക്കുമ്പോൾ എല്ലാ ചോദിക്കും ഇതെങ്ങനെ ഇത്. സോ അവർക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും പുറത്ത് പോകുമ്പോൾ. സോ അവർ കവർ ചെയ്തിട്ട് പോകും. ഇപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കൂടെ കഴിഞ്ഞു. പിന്നെ അറ്റ് ദ സെയിം ടൈം കളി ഉണ്ടാവില്ല. ഇല്ല സ്കാർ ഉണ്ടാവും, കട്ടില്ല, ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ അല്ല. സോ സ്കാർ ഇല്ല ആക്ച്വലി. പിന്നെ കുറേ ദിവസം ബെഡ് റെസ്റ്റ് വേണ്ടി ആവശ്യമില്ല. ഇൻഫെക്ഷൻ റിസ്ക് കുറവാണ്. വോയിസോടെ ഇഞ്ചുറി ഇല്ല. സോ അബ്ലേഷൻ ചെയ്യുമ്പോൾ ഈ നറുമ്പെല്ലാം ഉണ്ടാവും ബാക്ക് സൈഡിൽ. സോ അതോടെ ഇഞ്ചുറി ആകാൻ ചാൻസസ് എല്ലാം വളരെ കുറവാണ് ഈ അബ്ലേഷൻ ചെയ്യുമ്പോൾ. സോ പിന്നെ ഇന്നൊരു വിഷയം തന്നെ, ഇപ്പോൾ ഫുൾ തൈറോയിഡ് എടുത്ത് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ സർജറി ചെയ്തിട്ട്, അപ്പോൾ കുറേ ഹാർമോൺസ് എടുക്കാൻ വേണ്ടി, തൈറോയിഡ് ഹാർമോൺസ് എടുക്കാൻ വേണ്ടി വരും, കാൽഷ്യം ഡെയിലി എടുക്കാൻ വേണ്ടി വരും ആക്ച്വലി. ബട്ട് അബ്ലേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ അത് നോഡിൽ കരച്ച് കളയുമ്പോൾ വേറെ തൈറോയിഡ് അങ്ങനെ ഉണ്ടാവും ബോഡിയിൽ. സോ അതോടെ നോർമൽ ഹാർമോൺസ് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടേ ഇരിക്കും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ആ പേഷ്യൻറ്റ് തൈറോയിഡ് സപ്ലിമെൻറ്റ് എടുക്കണമെന്ന് ആവശ്യമില്ല, കാൽഷ്യം എടുക്കണമെന്ന് ആവശ്യമില്ല. സോ മെയിൻലി ലേഡീസിലെ കാൽഷ്യം കുറവാകുമ്പോൾ ഈ ബോൺസ് എല്ലാം വീക്കായി പോകും. സോ അതെല്ലാം ചാൻസസ് ഇല്ല. സോ അബ്ലേഷൻ ഈസ് ഓൾസോ ഇപ്പോൾ നല്ല പിക്കായിക്കൊണ്ട് ആക്ച്വലി. ഇപ്പോൾ കുറേ പേഷ്യൻസ് കേട്ടിട്ട് പറഞ്ഞു ഇങ്ങനെ വേണം ട്രീറ്റ്മെൻറ്റ്, ചാൻസ് ഉണ്ടാണ്. സോ അങ്ങനെ ഇതൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അപ്പോൾ ദിലീപ് ഡോക്ടർ കാര്യങ്ങളും പറഞ്ഞു. ആക്ച്വലി ടെക്നോളജി എത്ര അഡ്വാൻസ് ആയിട്ടുണ്ടെന്നാൽ മാക്സിമം ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള പരിപാടി. ഇത് തൈറോയിഡ് യൂട്രസ് അത്രയല്ല, ബ്രെയിനിലെ ഉണ്ട്, രക്തക്കുഴൽ, കാൽപ്പോൾ രക്തക്കുഴൽ, ഇല്ല ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആവട്ടെ, ലിവറിലെ ക്യാൻസർ ആവട്ടെ, എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ടൈം സർജറി ഇല്ലാത്ത സ്കാൻ നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇതാണ് കാത്ത് ലാബ് ആക്ച്വലി. സോ ഇതിൽ നമുക്ക് എല്ലാ സർജറി ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇത് സ്ക്രീനാണ്. ഇപ്പോൾ ഇന്നലെ ചെയ്ത ട്രീറ്റ്മെൻറ്റാണ് ഇത്. ബ്രെയിനിലെ ഒരു രക്തക്കുഴലിലൂടെ പ്രശ്നമാണ്. അവിടെ കുമ്പളമായിട്ട് ആ സ്ഥലത്തിൽ കുമ്പളമായിട്ട് പൊട്ടിയിട്ട് വന്ന പേഷ്യൻ്റാണ് ബ്രെയിനിൽ. സോ ഈ പേഷ്യൻ്റ് ഉള്ളിൽ നിന്ന് നമുക്ക് ട്യൂബ് ഇട്ടിട്ട് അത് പശ വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ പേഷ്യൻ്റ് ഓൾമോസ്റ്റ് ഡിസ്ചാർജ് റെഡിയായി ആക്ച്വലി. ഇന്നോ 2 days ഡിസ്ചാർജ് ആവും. സോ ഇങ്ങനെയല്ല മാക്സിമം ട്രീറ്റ്മെൻറ്റ് ഈ രക്തക്കുഴലോട് ട്യൂബ് ഇട്ടിട്ട്, ചെറിയ ട്യൂബ് ഇട്ടിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇതാണ് ഇവരെ. ഹായ് അബി. അപ്പോൾ അബി ഇന്നും നമ്മളെ ക്യാമറയിൽ ചെയ്ത അബിയാണ്. അബി നൈസ്. നമ്മൾ കടമ്പൂർ സ്കൂളിൽ വെച്ചിട്ട് ലാസ്റ്റ് കണ്ടിയാണ്. ഓക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ തന്നെ ഫുഡ് കഴിക്കലാണ് പായസം സംഭവം. അപ്പോൾ ഇപ്പം കവി ജിമ്മല്ല ഒരു സ്പെഷ്യലായിട്ട് കവി പറ എന്താണ്? ഞാൻ ഹെൽത്ത്
ഡയറ്റ് പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹെൽത്ത് ഞാൻ എന്തെല്ലാം കഴിക്കുന്നുണ്ട് അതെല്ലാം അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം. എൻ്റെ ക്വാണ്ടിറ്റി എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ പാടുന്നത് ഏതാ പാടാത്തത് ഏതാന്ന് അവർ പറയും. ഫോട്ടോ അയച്ചു കൊടുത്തേട്ടാ അവർക്ക്. അതെ, ഇതിൽ അവർ നോക്കിയിട്ട് എന്നാ കഴിക്കണ്ടേ പാടാത്തതെന്ന് പറയും. അതിനനുസരിച്ച് അങ്ങനെ പോക്കാണ്. ഒരു കണക്കിൽ അങ്ങനെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ വെച്ച് പാരുണ്ടല്ലോ തിന്നു കൺട്രോൾ ചെയ്യുന്ന നല്ലതാണ്. ഇവിടെ കയറി കുപ്പായം മേടിക്കാൻ. ഈ ടയർ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന സാധനമല്ലേ, ഇത് ഭയങ്കര പാടാ ഇത്. പക്ഷേങ്കിൽ ഈ സാധനം ഉണ്ട് കേട്ടാ. അപ്പം ഞാനിതാ ഇതാക്കും എൻ്റെ പാൻറ്റും ബനിയൻ. ബലിഞ്ഞാൽ ഇങ്ങനെ ബലിയെന്നാണ് കേട്ടത്. ആ, നമ്മളങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്ക് അറിയോ ഇത് കുപ്പായം എന്ന് പറഞ്ഞാല് നമ്മളെ കാവില് ഇങ്ങോട്ട് പറഞ്ഞു അതിപ്പോ ഇട്ട് അല്ലേ കാവിലേക്കുള്ള കളർ കോഡ് ഇവര് ഇതാക്കിയതാണ്. നമ്മുടെ നാട്ടിലെ എല്ലാരും കൂടിയിട്ട് ഇതേ കളർ എല്ലാരും കവിക്കെല്ലാം ചെയ്ത്. അതാ കവി നീ ആടിയുന്ന ഓ ഓള അത്തൂട്ടിയാ വന്നത്, ഞാൻ പുറത്തുവിട്ടാ. കവി അമ്മേനെ കാണായിട്ട് അപ്പൊ എന്റെ കുപ്പായ അവിടെ ഇല്ലാണ്ടായി കേട്ടാ. അത് ഋഷിക്ക് തൂക്കി ഇത് കാവിലേക്കുള്ള കുപ്പയാണ്. നാട്ടിലെ എല്ലാവരും കൂടി പാവന്നൂർ ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ നാടിന്റെ കലാസമിതിന്റെ ഇത് നമ്മളെ ഇതിന്റെ പരിപാടിന്റെ ഇത്. അപ്പൊ നമ്മളെ ദേശത്തിന്റെ വരുത്തന്നെ. അപ്പൊ അവര് ആക്കിയ കളർ കോഡാണ് ബ്ലാക്ക്. ഇത് അനുവട്ടിക്കും ഒരിക്കലും ഉണ്ട്. എല്ലാവരും ഇതാ എടുക്കുവാന്ന്. അപ്പൊ ഇത് കറുത്ത മുണ്ടാണ്. നമുക്ക് ഫുൾ നല്ല മാച്ച് ഉണ്ട്. ഇത് എന്റെ ഷർട്ട് ഇട്ടിട്ടുണ്ട്. എന്നെ മേലെ ഇട്ടു. അതാ എന്നോട് കൊല്ലണം കുത്താ. പോടാ പോടാ പോടാ. നല്ല രസമുണ്ടല്ലേ കുപ്പായം. അപ്പൊ അങ്ങനെയുള്ളത് അനുവച്ചിന്റെ അത് പാകാവൂലേ? എല്ലാരും അങ്ങനെ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ടോപ്പ് കുപ്പായം അങ്ങനെയാണ്. അടുത്ത് എങ്ങനെയുണ്ട്? എന്തൊക്കെ ഒന്ന് കൊടുക്കല്ലേ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട് പേരിലേക്ക്? ക്ഷീണിച്ചാ? കുഴപ്പമൊന്നുമില്ല. കളി തന്നെ ഇത്ര സമയം കളി തന്നെ. പക്ഷെ ഇപ്പം പോയി ബാജിലെടുക്ക പോയി നോക്കിയിട്ട് കഴിഞ്ഞില്ലേ ഇവിടെ ഈ റൂമിലെടുക്ക പോയിട്ട്. ആ സിയാഗ് എത്തിയിട്ടുണ്ടല്ലോ. ഹായ് സിരാഗുണ്ട്. ചേച്ചി ഉണ്ടാ? ഇല്ല ഇല്ല സിയാഗ് പിടിച്ചു തിന്നു അല്ലേ? മുണ്ടാണ് കേട്ടോ. എല്ലാരും ബ്ലാക്ക് മുണ്ടാണ്. ബ്ലാക്ക് മുണ്ടിന് ബോർഡർ നോക്കിയേ. ഇതാണ് ബോർഡർ. ഇങ്ങനെ ആ ഷർട്ടിന്റെ തന്നെ ബോർഡർ. അല്ലേ ബ്ലാക്ക് ഷർട്ടിന്റെ ഒരു കര നമ്മള് വേറെ പേരങ്ങാരുണ്ടല്ലേ. ബ്ലാക്ക് ആണ് കുട്ടാണ്. ചേച്ചിക്ക് ഇഷ്ടമായിനാ? നല്ല കളറ് ഞായറാഴ്ചയാണ്. ഇനിയിപ്പം തിങ്കൾ ചൊവ്വയെല്ലാം നമ്മളെ നാട്ടിൻ്റെ ഉത്സവമാണ്. അപ്പോൾ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള വിശേഷമായിട്ട് വരാം. അതെ ബൈ.